പല പ്രവാസികളും അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നം, എല്ലാം നിർത്തിയിട്ട് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ 6 മാസം കഴിയുമ്പോ പിന്നെ ഒരു വിലയില്ല. എവിടെ വില? നാട്ടുകാർക്കല്ല, വീട്ടിൽ വിലയിലാണ്. നിങ്ങൾക്കൊന്നും അറിഞ്ഞൂടാന്നാ പറയാ. സത്യം അവര് പറയുന്നേ. ഭാര്യ പറയും നിങ്ങൾക്കൊന്നും അറിഞ്ഞൂടാ, നിങ്ങൾക്ക് മക്കളെ അറിഞ്ഞൂടാന്ന് പറയുന്നു. ആ മനുഷ്യൻ കരയാ. ആ മനുഷ്യന്റെ ഭാര്യ ആ മനുഷ്യനോട് പറയാം, നിങ്ങളെ മക്കളെ നിങ്ങൾക്ക് അറിഞ്ഞൂടാ. ആ മനുഷ്യൻ 38 വർഷം ഇവിടെ തൂണും ചാരി ശ്വാസം മുട്ടി മക്കളെ പഠിപ്പിക്കാനും മക്കൾക്ക് വേണ്ടി ജീവിച്ച മനുഷ്യനോട് ഒരു ഭാര്യ പറയാ നിങ്ങൾക്ക് മക്കളെ അറിഞ്ഞൂടാ. സത്യമാണ്, മക്കളെ അറിഞ്ഞൂടാ. അയാൾ കണ്ടിട്ടില്ല മക്കളെ. അയാൾ ആകെ കണ്ടിട്ടുള്ള 38 വർഷത്തിൽ 38 മാസമാണ്. അപ്പൊ അയാൾ പറയാ മക്കളെ മുമ്പ് വെച്ചിട്ട് ഭാര്യ പറയാ നിങ്ങൾക്കൊന്നും അറിഞ്ഞൂടാന്ന് പറയുമ്പോ അത് എനിക്ക് വലിയ ഇടങ്ങേറാ. സാർ എവിടെയെങ്കിലും ഇതൊന്നും പറയണം, അങ്ങനെ പറയരുതെന്ന്. ഒന്നും ഭാര്യയോട് അത് പറയാൻ വയ്യ. കാര്യം പറയാൻ പറ്റാത്ത അത്രയ്ക്കും അയാള് ഇടങ്ങേറലാണ്. ജീവിതകാലം മുഴുവൻ പണിയെടുത്ത് നാട്ടിൽ തിരിച്ചു പോകുന്ന ഒരു ശരാശരി പ്രവാസിയുടെ അവസ്ഥയാണ്. നമുക്ക് നാടറിയാതെയാവും, നമുക്ക് നാട്ടുകാരെ അറിയാതെയാവും, ഇവർക്ക് ആർക്ക് നമ്മളറിയാതെയാവും. റെസ്പെക്ട് ഇല്ലാതെ പോകും. 6 മാസം വരെയൊക്കെ നമ്മുടെ പൈസ ആണ്. ഒരു പരിധി വരെ എല്ലാവരുടെയും ഉണ്ടാവുന്നില്ല. പൈസ കയ്യിൽ നിന്ന് പോകുമ്പോൾ മറ്റത് എന്താണെന്നറിയോ, നമ്മളെന്ന് പറഞ്ഞാൽ വലിയ പ്രതീക്ഷയായിരുന്നു എല്ലാവർക്കും. ആ പ്രതീക്ഷ അങ്ങ് തീരും. ആ പ്രതീക്ഷ തീരുമ്പോ നമ്മളെ ചിലപ്പോ അവര് ബഹുമാനിക്കുന്നുണ്ടാവേ, പക്ഷെ നമുക്ക് തോന്നി തുടങ്ങും എന്തോ കുറവുണ്ടെന്ന്. കാര്യം ഇങ്ങനെ അല്ലല്ലോ മുമ്പ് എന്നെ ട്രീറ്റ് ചെയ്തത് എന്നൊക്കെ ഒരു തോന്നൽ വരെ. ഇത് വരാതിരിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോട് പറയാ, ഫൈനാൻഷ്യലി നമ്മൾ ഏബിൾ ആയിരിക്കാം. സേവ് ചെയ്യാന്നല്ല ഞാൻ പറയുന്നുണ്ടോ, സേവിങ് അല്ല ഞാൻ പറയുന്നത്, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണം. ഇപ്പോഴേ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് വെച്ചിട്ട് ജോലി നിർത്തിയിട്ട് പോകാനല്ല ഞാൻ പറയുന്നത്. പൈസ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നാട്ടിൽ പോകുന്ന ഒരു സമയമാകുമ്പോൾ നല്ലൊരു എക്സിറ്റ് പ്ലാനുമായിട്ട് ഇവിടുന്ന് പോകണം.